അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൈശാചികമായ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിൽ പറയുന്നത് പോലെ ചെയ്താൽ തന്നെ പൈശാചികമായ ഉപദ്രവത്തിന് മാറ്റം വരും. ചെയ്യേണ്ട മുറ പോലെ ചെയ്യണം. അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ മര്യാദകളും പാലിക്കണം. പൂർണ്ണമായ ശുദ്ധി ഉണ്ടാവണം. രോഗി വുളു എടുത്തിട്ട് ഇരിക്കണം. എന്നിട്ടാണ് മന്ത്രിക്കേണ്ടത്. ചെയ്യേണ്ട രൂപം: ഒരു പാത്രം വെള്ളം അടുത്ത് വെക്കുക, അഥവാ ഒരു ദിവസം കുടിക്കാൻ ആവശ്യമായ വെള്ളം. അതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അല്പം എടുത്ത് കുളിക്കാനും ഉപയോഗിക്കാം. ചെയ്യേണ്ടത് രോഗിയെ പൂർണ്ണമായ വുളൂഓട് കൂടി ഇരുത്തുക. ഇരുത്തിയതിന് ശേഷം ആ രോഗിയുടെ തലയിൽ 7 തവണയാണ് ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കേണ്ടത്. അതിൻ്റെ രൂപം ഞാൻ പറയുന്നു, ശരിക്കും കേൾക്കണം. ഒരു പ്രാവശ്യം കേട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കേൾക്കുക. ആദ്യം 3 ഫാത്തിഹ ഓതി രോഗിയുടെ തലയിൽ ഊതുക. ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസിയുടെ അവസാന ഭാഗം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്ന ആയത്ത് 70 തവണ ആവർത്തിച്ചു പറയുക. ശേഷം രോഗിയുടെ തലയിൽ ഊതുക, വെള്ളത്തിൽ ഊതുക. ശേഷം വീണ്ടും 3 ഫാത്തിഹ ഓതി തലയിൽ ഊതുക. വീണ്ടും ഒരു ആയത്തുൽ കുർസി ഓതുക. അവസാന ഭാഗത്ത് 70 തവണ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്ന് ചൊല്ലി രോഗിയിൽ ഊതുക, വെള്ളത്തിൽ ഊതുക. ഇങ്ങനെ 7 ആയത്തുൽ കുർസിയിലും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ തുടരെ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം നിങ്ങൾ ഈ പറഞ്ഞ അമല് ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റമുണ്ടാകും. 7 ദിവസം ചെയ്താൽ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഈ അമലിൻ്റെ രൂപം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഒരു ആയത്തുൽ കുർസി ഓതി അവസാന ഭാഗം 70 പ്രാവശ്യം ചൊല്ലണം. പിന്നെയാണ് വീണ്ടും 2ാമത്തെ ആയത്തുൽ കുർസി ഓതേണ്ടത്. ഇങ്ങനെ 7 ആയത്തുൽ കുർസിയും തീർക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് സലാമത്ത് തരും. അവസാനം മന്ത്രങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 100 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിച്ച് ഈ രോഗിയുടെ ബാധ ശരീരത്തിലുള്ളവരുടെ 2 ചെവിയിലും മന്ത്രിച്ചോതുക. അതുപോലെ തന്നെ 3 തവണ വാങ്ക് വിളിച്ച് ചെവിയിൽ ഊതുക. അവസാനം ഈ വെള്ളമെടുത്ത് മുഖത്ത് കുടയുക, കുടിക്കാൻ കൊടുക്കുക. ആ വെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ തുടരെ 7 ദിവസം, കൂടിയാൽ 14 ദിവസം. അല്ലാഹു ഇതിലൂടെ സലാമത്ത് തരും. പ്രയാസപ്പെടുന്നവർക്ക് ഈ അമല് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനേക്കാളും ഫവർ കൂടിയ ആത്മീയ ചികിത്സ ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ ബന്ധപ്പെടുക. ഉസ്താദേ, പ്രയാസമുണ്ട്, ഞങ്ങൾ പലതും ചെയ്തു മാറുന്നില്ല, നിങ്ങളൊന്ന് വരണേ, ചികിത്സിക്കണേ, അല്ലെങ്കിൽ പറ്റുന്നവരെ ഒന്ന് അറിയിച്ച് തരണേ എന്നുള്ള മെസ്സേജ് മാത്രം അയക്കുക. ആവശ്യമില്ലാത്തവർ ആരും മെസ്സേജ് അയക്കാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങൾ റാഹത്തിൽ സന്തോഷത്തിൽ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.